പ്രൈസ് ദ ലോർഡ്. ഗോഡീസ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 155ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവനെ സൃഷ്ടിക്ക് കടന്നിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ പ്രഭാഷകനായിരിക്കുന്ന ലോകമെങ്ങും അറിയപ്പെടുന്ന പ്രിയ ദേവദാസൻ പാസ്റ്റർ രാജു മേത്രയാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസ് ഇന്ത്യക്കകത്തും പുറത്തും അനേക വേദികളിൽ കർത്താവ് അതിശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക മാധ്യമങ്ങളിലൂടെയൊക്കെ കർത്താവ് പ്രിയ ദേവദാസനെ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വലിയ ക്ഷണ സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കോഡിസ്ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടും ആദരവും കൂടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ സമയം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരുമായി തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ ലഭ്യമായ അവസരം ഏറ്റവും സന്തോഷകരമായി കരുതുന്നു. ഗോഡീസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഡെന്നീസ്, പ്രത്യേകിച്ച് പ്രിയ സഹോദരി സിജി ഡെന്നീസ്, കുടുംബം, അവരുടെ ആത്മീയ സേവനങ്ങൾ, ഈ പ്രവർത്തനത്തിൽ വിവിധ മുഖങ്ങളിൽ ചേർന്ന് നിന്ന് അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ നമ്മുടെ സഹോദരിമാർ, അവരുടെ സേവനങ്ങൾക്കെല്ലാം പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ലഭ്യമായ അവസരത്തിന് ദൈവസന്നിധിയിൽ മഹത്വം അർപ്പിച്ചുകൊണ്ട് അല്പ മിനിറ്റുകൾ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനമാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തിരക്കുകൾക്ക് നടുവിലും ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷകൾ. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ കേരളത്തിലെ ഒരു പട്ടണത്തിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ കണ്ട് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം തന്നെ ബൈക്കിൽ വേഗം വന്ന് എൻ്റെ അടുക്കലേക്ക് നിർത്തിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഇറങ്ങി വരണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് ഒരു കടയുടെ മൂലയ്ക്കേക്ക് കൊണ്ടുചെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു: പാസ്റ്ററുടെ ഒരു സന്ദേശത്തിൽ നിന്നും ദൈവം എന്നോട് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഒരു കുടുംബത്തിൻ്റെ അന്ത്യം കഴിഞ്ഞ രാത്രി സംഭവിച്ചേനെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, കുടുംബത്തിൽ ഭാര്യയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ഒരു തെറ്റിദ്ധാരണയുടെ മുൻപിൽ അവളെ വകവരുത്തി കുഞ്ഞുങ്ങളെയും കൊന്ന് ഞാനും ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ട് എങ്ങനെ ഈ കൊലപാതകം നടത്തണം, എങ്ങനെ കൊല്ലണം, മക്കളെ കൊല്ലുമ്പോൾ അമ്മ രക്ഷപ്പെടും, അമ്മയെ കൊല്ലുമ്പോൾ മക്കൾ രക്ഷപ്പെടും, അതുകൊണ്ട് കൃത്യമായ മരണം എങ്ങനെ ഉറപ്പാക്കണം എന്ന് ഞാൻ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വെറുതെ രാത്രി 2 മണിക്ക് ഉറങ്ങാതെ ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് പാസ്റ്റർ പ്രസംഗിച്ച കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം എൻ്റെ മുൻപിൽ വരികയും 1 നിമിഷം ഞാനത് ഒന്ന് കേൾക്കുകയും അസാധാരണമായ ഒരു പാപബോധം എൻ്റെ മനസ്സിലുണ്ടായിട്ട് ഞാൻ ചെന്ന് നിരുപാധികം എൻ്റെ ഭാര്യയോട് കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയും അങ്ങനെ ഞങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഓൺലൈനിലൂടെ ആ മെസ്സേജ് കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ 4 ഡെഡ് ബോഡികൾ വീണേനെ എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്ന ചിന്ത ഇതാണ്: നമുക്ക് ദൈവം തന്നിരിക്കുന്ന സുവിശേഷ പ്രചരണത്തിൻ്റെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് ഓൺലൈനിലെ ആത്മീയ ശുശ്രൂഷകൾ. പരിമിതമായ സാഹചര്യങ്ങളുടെ പരിധിക്കകത്ത് ഉൾപ്പെട്ട് നിന്നുകൊണ്ട് തന്നെ വളരെ വിപുലമായ തോതിൽ തങ്ങളാൽ ആവോളം ഈ ജീവിതത്തിൻ്റെ ജോലി തിരക്കുകൾക്ക് നടുവിലൊക്കെ ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ചെയ്യുന്ന സേവനം അതികാലത്തിൻ്റെ നിമിഷവേളകളിൽ നാം ചെയ്യുന്ന സേവനങ്ങളാണ്. ഞാനൊരു വസ്തുത പറയട്ടെ, ദൈവത്തിൻ്റെ കാലഗണന നിത്യത്വത്തിൻ്റെ കാലഗണനയാണ് എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയാണ് തുടക്കം കുറിച്ചത്, ദൈവം എവിടെയാണ് അവസാനിക്കുന്നത്, ഇതൊന്നില്ല. ദൈവത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. തുടക്കവും ഒടുക്കവുമില്ലാത്ത ജീവന്റെ ഉടമയാണ് ദൈവം.
എന്നാൽ നമുക്കൊരു തുടക്കമുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ഭൂമിയിൽ നമുക്കൊരു ഒടുക്കമുണ്ട്. ശവസംസ്കാര ശുശ്രൂഷയോടുകൂടെ ഈ ഭൂമിയിൽ ഒരു ഒടുക്കം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് കാലത്തിൻ്റെ നിമിഷാർത്ഥങ്ങളിലാണ്. അതിന് ഇന്നലകളുണ്ട്, അതിന് ഇന്നുകളുണ്ട്, നാളകളുണ്ട്. ജനനമെന്ന മൂന്നക്ഷരത്തിനും മരണമെന്ന മൂന്നക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന ഈ മൂന്നക്ഷരം സമയബന്ധിതമാണ്. എന്നാൽ ദൈവം നിത്യത്വത്തിൽ വസിക്കുന്നു. നാം അവിടേക്ക് യാത്ര ചെയ്യുന്നവരാണ്. കാലത്തിൻ്റെ ഈ നിമിഷവേളകളിൽ നാം ചെയ്യുന്ന ഭൂമിയിലെ എന്തെങ്കിലും ഒരു സേവനം നിത്യതയുടെ നിലയ്ക്കാത്ത യുഗായുഗങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമാണ്. ഓർക്കുക, ഈ ഭൂമിയിൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്താലും കുഴിമാടം കൊണ്ട്, 6 അടി മണ്ണുകൊണ്ട് ഇതെല്ലാം നീറിത്തീരും. എന്നാൽ കല്ലറയ്ക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ഈ ഭൂമിയിലെ സേവനങ്ങളുടെ പ്രതിഫലനമുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമാണ്. ആ നിലയിൽ ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം ആത്മാർത്ഥതയോടെ ഒരുപറ്റം സഹോദരിമാരെ ആത്മീയ ക്രമീകരണങ്ങളിൽ സജ്ജരാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന, ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി സിജി ഡെന്നീസ്, സഹപ്രവർത്തകർ, അവരെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുനരാഗമനത്തിൻ്റെ കാഹളം ധ്വനിക്കുന്ന യുഗസന്ധ്യ വരെ ഈ ആത്മീയ ശുശ്രൂഷകൾ അഭംഗുരം തുടരുവാൻ ഉള്ള ഏറിയ ദൈവകൃപ ദൈവം ഈ ടീമിൻ്റെ മേൽ നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ മുൻപിൽ ദൈവത്തെ അഭിമുഖമായി നിർത്തുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. പ്രപഞ്ച ചക്രവർത്തിയായ അഖിലാണ്ട സൃഷ്ടിതാവായ മഹാദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യനെ അഭിമുഖമായി നിർത്തുന്ന ഒറ്റ പുസ്തകമേ ലോകം കണ്ടിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം, അത് ദൈവത്തിൻ്റെ വചനമാണ്. അല്പമിനിറ്റുകൾ ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമുക്കെടുക്കാം മത്തായി സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ ഉള്ള വാക്യങ്ങൾ. വളരെ പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളാണോ, വചനം അനുസരിക്കുന്ന ഹൃദയമാണോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളാണോ, വചനം അനുസരിക്കുന്ന ഹൃദയമാണോ ദൈവത്തിന് വലിയത് എന്ന ചോദ്യത്തിന് മുൻപിലാണ് ഈ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുന്നത്. ആ മുഖത്തിൽ തന്നെ പറയട്ടെ, അത്ഭുതം പ്രവർത്തിക്കുന്ന കരങ്ങളെക്കാൾ വചനം അനുസരിക്കുന്ന ഹൃദയമാണ് ദൈവം പരിഗണിക്കുന്നത്. മറക്കരുത്, അതീന്ദ്രിയമായ കൃപാവരങ്ങൾ അതിശക്തമായി പെയ്തിറങ്ങിയാലും, അസാധാരണ ദിവ്യാനുഗ്രഹങ്ങൾ ജീവിതത്തിന്മേൽ അസാധാരണമായ നിലയിൽ തന്നെ പ്രാപിച്ചാലും, വചനം അനുസരിക്കുന്ന ഹൃദയം ഇല്ലെങ്കിൽ അനർത്ഥവും നിത്യ നരകവും നമ്മെ കാത്തിരിക്കുന്നു. ഈ വസ്തുത നമ്മൾ ഗൗരവമായി പരിഗണിക്കുക. അത്ഭുതം ചെയ്യുന്ന കരങ്ങളെക്കാൾ വചനം അനുസരിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം പരിഗണിക്കുന്നത്. വായിക്കാം, വേദഭാഗം വായിച്ചാട്ടെ. പ്രിയപ്പെട്ടവർ, വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു. വായിക്കുവാൻ ചില പ്രിയപ്പെട്ടവരെ ഓൺലൈനിൽ കൂടെ ഒന്ന് ഒരുക്കുന്നത് നന്നായിരിക്കും. ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അതിന്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ചില വാക്യങ്ങൾ അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു. മത്തായി സുവിശേഷം 7:22. കർത്താവേ 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 കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും.
പറഞ്ഞു വായിച്ചു. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ കടഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ മതി. വളരെ പ്രാർത്ഥനാപൂർവ്വം ചില വേദഭാഗങ്ങൾ പ്രിയപ്പെട്ടവർ വായിക്കുവാൻ സജ്ജമാകണം. ഒരു പഠന മനോഭാവത്തോടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടെ അല്പമിനിറ്റുകൾ തിരുവെഴുത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 മലകളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഒന്ന്, പഴയ നിയമത്തിൻ്റെ മലയായ സീനായ് കൊടുമുടി. 2, പുതിയ നിയമത്തിലെ മലയായ കാൽവറി മല. പഴയ നിയമത്തിൽ മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഇറങ്ങി വന്ന് കൽപ്പലകകളിൽ അഗ്നിവിരലുകൾ കൊണ്ട് എഴുതി നൽകിയതാണ് ന്യായപ്രമാണം. എന്നാൽ കഴിഞ്ഞ 1.5 സഹസ്രാബ്ദങ്ങൾക്കിടയിൽ ഈ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് ഒരു തലമുറ അതിൻ്റെ അടിസ്ഥാനം തകർത്തിരിക്കുമ്പോൾ ഈ ആത്മീക സത്യത്തെ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടെ വിശകലനം ചെയ്യുവാൻ പഴയ നിയമത്തിൽ സീനായ് കൊടുമുടിയിൽ ഇറങ്ങിയവൻ ആരോ അവൻ തന്നെ ഒരു മലയുടെ മുകളിലോട്ട് കയറിയിരുന്ന് സ്വർഗരാജ്യത്തിന്റെ മാഗ്ന കാർട്ട, ദൈവരാജ്യത്തിന്റെ ദിവ്യ പ്രവേശന യോഗ്യത വ്യക്തമാക്കുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലുള്ള ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ഈ ഗിരിപ്രഭാഷണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഗിരിപ്രഭാഷണം വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിന്റെ സ്വഭാവ മഹിമയാണ്. ഗിരിപ്രഭാഷണത്തിൽ വസ്തുതകളെയെല്ലാം വിലയിരുത്തിയിട്ട് ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുക്രിസ്തു 7-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഉപസംഹാരത്തിൽ പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. അന്ത്യവിധി ദിനം വരുന്നു. വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. അന്ത്യവിധി ദിനം വരുന്നു. ആ വിധി ദിനത്തിൽ ആത്മിക വരങ്ങളാൽ പ്രയോജനപ്പെട്ടവരെ പരിഗണിക്കും എന്ന ധാരണയാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നെങ്കിൽ ആ വിധി ദിനത്തിൽ ആത്മിക വരങ്ങൾ ചെയ്ത കരങ്ങളെ അല്ല ദൈവം പരിഗണിക്കുന്നത്, വചനത്തോട് വ്യക്തിപരമായ അനുസരണം കാട്ടിയ ഹൃദയങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ കൈവിടപ്പെട്ടു പോകാൻ തുടങ്ങുന്ന, അഗ്നി നരകത്തിലേക്ക് തള്ളപ്പെടാൻ തുടങ്ങുന്ന ഒരു വലിയ പറ്റം സമൂഹത്തിൻ്റെ നിലവിളി ഇതാണ്. എന്താണ് ആ നിലവിളി? കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അപ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരുടെ നിലവിളി, ഈ ഭൂമിയിൽ അവർ ചെയ്ത സേവനങ്ങളെ കർത്താവിൻ്റെ മുൻപിൽ അവർ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ചോദ്യം, ഈ അവതരിപ്പിക്കൽ കള്ളമാണോ? ഒരിക്കലും കള്ളമല്ല. ആരാണവർ? നിത്യതയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് കൈവിടപ്പെട്ടു പോകുന്നവരുടെ നിലവിളിയിൽ സർവജ്ഞാനിയുടെ ആ കത്തിക്കാളുന്ന ദിവ്യ ദൃഷ്ടികളുള്ള കർത്താവിൻ്റെ കൺമുൻപിലാണ് പറയുന്നത്. സകലതും അവൻ്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിലാണ് പറയുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തു. അപ്പോൾ ചെയ്യാത്ത കാര്യത്തിന്റെ അവതരണമല്ലിത്, ചെയ്ത കാര്യത്തിന്റെ സത്യസന്ധമായ റിപ്പോർട്ടാണ്. എന്നാൽ കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് എന്ന് പറയാമായിരുന്നു. അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇങ്ങനെ ഒരാൾ
ഈ ഭൂമിയിൽ ജനിച്ച് ദൈവവചനം പഠിച്ച് യേശുവിൻ്റെ പേരിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കപ്പെടുന്ന കാര്യം യേശുവിന് അറിയത്തേയില്ല. ഒരു ചോദ്യം, ഒരിക്കൽ പോലും യേശുവിന് അറിയാൻ കഴിയാത്ത ആളുകൾ യേശുവിൻ്റെ പേരിൽ വേദിയിൽ ഉപയോഗിക്കപ്പെടുമോ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അല്പം അസ്വസ്ഥത കേൾവിക്കാർക്ക് ഉണ്ടാക്കാം. എന്നാൽ ഓർക്കുക, നിത്യത അത്ഭുതത്തിന്റെ വിളനിലമായിരിക്കും. DL മൂഡി പറഞ്ഞതുപോലെ, ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ എത്താതിരുന്നത്, ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ എത്തിയത്, ഈ സാധുവായ ഞാൻ അവിടെ ചെന്നു ചേർന്നത് എല്ലാം മഹാത്ഭുതം തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ ഉയരുകയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയും. ഇത് ആലയത്തിന്റെ പുറത്തുള്ളവരുടെ കാര്യമല്ല, ഇത് ആലയത്തിനകത്തുള്ളവരുടെ കാര്യമാണ്. ഇത് കൃപാവരങ്ങളാൽ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടവരാണ്. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, വിവിധ വീര്യപ്രവർത്തികൾ ചെയ്യുക. ഞാൻ ചോദിക്കുന്നു, ഈ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ വിളങ്ങിയാൽ ആ ആളിന് ഇവിടെ ശുശ്രൂഷയ്ക്ക് 1 മിനിറ്റെങ്കിലും ഫ്രീ ആയി കിട്ടുമോ? ഇദ്ദേഹം ഇവിടെ തിരക്കോടെ ഓടിയ ആളുകളാണ്. നിത്യതയിൽ വെളിപ്പെടാൻ തുടങ്ങുന്ന ആ മഹാസംഗമ ദിനത്തിലെ ന്യായാസനത്തിനു മുൻപിൽ പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധി പരിഗണിക്കപ്പെടുമ്പോൾ കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ തരണം. അസാധാരണ കൃപാവരങ്ങൾ അനിയന്ത്രിതമായി ഒരു വ്യക്തിയിൽ പെയ്തിറങ്ങിയാലും വചനത്തോടുള്ള വ്യക്തിപരമായ അനുസരണം നിലനിർത്തുന്നില്ലെങ്കിൽ അവസാനം നിത്യനാശം എന്ന ശിക്ഷാവിധിയായിരിക്കും നമ്മുടെ ഓഹരി എന്ന ഗൗരവമേറിയ സത്യം ഇവിടെ പഠിച്ചുകൊണ്ട് ആ വസ്തുതയെ വിലയിരുത്തിക്കൊണ്ട് ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കണം. ഇങ്ങനെയുള്ളവർക്ക് നിത്യനാശം എന്ന ശിക്ഷാവിധി ലഭിക്കുമോ? ഭക്തന്മാർക്ക് നിത്യനാശം എന്ന ശിക്ഷാവിധി ലഭിക്കുമോ? അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് ഭദ്രതയില്ലേ? ഓർക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടിയത് കൊണ്ട് വഴിയിൽ അപകടം വരികയില്ല എന്ന് ചിന്തിക്കരുത്. ഒരു സ്കൂളിൽ അധ്യാപകനായി പ്രവേശിച്ചതുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവൻ പഠിപ്പിച്ചു തീർക്കും എന്ന് വിചാരിക്കരുത്. നല്ല ചികിത്സ കിട്ടിയത് കൊണ്ട് ആൾ ആരോഗ്യത്തോടെ പുറത്തു വരും എന്ന് ചിന്തിക്കരുത്. ഒരു പഠനത്തിൽ അഡ്മിഷൻ ലഭിച്ചതുകൊണ്ട് നന്നായി വിജയിച്ച് പുറത്തെത്തും എന്ന് ഉറപ്പല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് വ്യക്തിപരമായി പറയുന്നു, ഫ്ലൈറ്റിൽ യാത്രയ്ക്ക് കയറി സീറ്റിൽ എയർപോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ലാൻഡിങ്ങിൽ സമാധാനത്തോടെ എത്തി എന്ന് ചിന്തിക്കുന്നെങ്കിൽ പോഷത്വമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ വിഷയത്തെ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഒരു അസാധാരണമായ ഭയം നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ആ ഭയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്താണ് അസാധാരണമായ ഭയം? ആ വലിയ ഭയം അത് മാനസിക രോഗിയുടെ ഭയമല്ല, ഓപ്പറേഷൻ കത്തി കയ്യിലെടുക്കുന്ന ഒരു ഡോക്ടറെ ഭരിക്കുന്ന ഭയം, ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുവാൻ കോക്പിറ്റിലേക്ക് കയറിയിരിക്കുന്ന ഒരു വൈമാനികനെ ഭരിക്കുന്ന ഭയം. എന്താ ഭയം? ആ ഭയം ആരോഗ്യകരമായ ഭയമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ചാട്ടയും മുഖപ്പട്ടയും ഉപയോഗിച്ച് ഒരു കുതിരയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് പോലെ പാപവഴിയിലേക്ക് ചായുവാൻ സാധ്യതയുള്ള എൻ്റെ ജഡവികാരങ്ങളെ ഞാൻ ചങ്ങലയ്ക്കിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് അനർത്ഥം ഭവിച്ചിട്ട്
29,998 എന്തിന്? കൽപ്പലകകൾ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ മോശയുൾപ്പെടെ മരുഭൂമിയിൽ തീർന്നു കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത ദേശത്തേക്ക് കാലൂന്നാൻ ഒരു 2 പേർ മാത്രം അവശേഷിച്ചതുപോലെ നമ്മുടെ നിത്യത കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ഭയത്തിന്റെ മുന്നറിയിപ്പ് ദൈവാത്മാവ് തരികയാണ്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയിൽ ഇന്ന് പകൽ നിത്യനാശം എന്ന കൃപാവരങ്ങൾ ഉപയോഗിച്ചവർ പോലും തള്ളപ്പെടുന്ന ശിക്ഷാവിധി എന്ന വിഷയം അല്പം ഗൗരവത്തോടെ ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. തിരുവെഴുത്തിൽ 2 തെസ്സലോനിക്കർ 1:10 ഇങ്ങനെ പറയുന്നത്, 2 തെസ്സലോനിക്കർ 1:10 സുവിശേഷം അനുസരിക്കാത്തവർ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ വചനത്തെ ഗൗരവമായി പരിഗണിക്കണം. നിത്യനാശം എന്ന ശിക്ഷാവിധി. സ്തോത്രം. ഓർക്കുക, 2 ഭവനങ്ങളുടെ നിർമ്മാണം 2 ബാഹ്യരൂപത്തിൽ ഒരുപോലെയാണ്. പക്ഷേ ആന്തരിക അടിത്തറയ്ക്ക് മാത്രം വ്യത്യാസമുണ്ട്. ഒന്ന് മണലിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടിത്തറയിൽ, മറ്റൊന്ന് പാറയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് പാറ? പാറ എന്ന് പറയുന്നത് ക്രിസ്തു പ്രസ്താവിച്ച വചനങ്ങളോടുള്ള വ്യക്തിപരമായ അനുസരണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പ്രസ്താവിച്ച വചനങ്ങളോട് വ്യക്തിപരമായി അനുസരണം ആർക്കൊക്കെയുണ്ടോ അവർക്ക് മാത്രമേ നിത്യതയിൽ പ്രവേശനമുള്ളൂ, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളൂ. അതുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വളരെ ഗൗരവമായി അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ പറയുമ്പോൾ 7:13 മത്തായിയിൽ പറയുന്നത്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും അതിലൂടെ കടക്കുന്നവർ വളരെയാണ്. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും അതിൻ്റെ പാത ഞെരുക്കവും കണ്ടെത്തുന്നവർ ചുരുക്കവുമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നിയന്ത്രണത്തിൻ്റെ പരിധികളെ വലിപ്പപ്പെടുത്തി ആത്മീയ ശുശ്രൂഷയുടെ അച്ചടക്കങ്ങളുടെ അതിർത്തികളെ ഇല്ലാതെയാക്കി എല്ലാവർക്കും കടന്നു പോകാവുന്ന ഒരു നാഷണൽ ഹൈവേ സൃഷ്ടിക്കുന്നതല്ല ആത്മീയ ശുശ്രൂഷ. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ആഭരണധാരണം അനുവദനീയമാണോ എന്ന വിഷയം. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നു. സ്തോത്രം. അല്പം കയ്യിലിരുന്നാൽ വളരെ നല്ലതാണ്. ഈ സ്വർണമൊക്കെ ഇച്ചിരി കയ്യിലിരുന്നാൽ വളരെ നല്ലതാണ്. അത് യാഥാർത്ഥ്യമായിട്ട് എടുക്കണം. കാരണം ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇവരുടെ കയ്യിലിരുന്നത് കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കേണ്ടി വന്നപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഇതുപോലെ നമുക്ക് അത്യാവശ്യം ചില കയ്യിലിരുന്നാൽ ആവശ്യത്തിന് പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഒരു വസ്തുത പ്രത്യേകം ഓർക്കുക, ഉപദേശത്തിന്റെ വാതിലുകളെ പൊളിച്ച് അതിനെ വലുതാക്കാൻ ശ്രമിക്കുന്നത് നരകത്തിലേക്കുള്ള ഹൈവേ ഒരുക്കലാണ്. എന്നാൽ 10 ലക്ഷം പേരെ ഒരുമിച്ച് കൂട്ടി നരകത്തിൽ എത്തുന്നതിനേക്കാൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന 10 പേരെ ഒരുമിച്ച് നിർത്തി പറുദീസയിൽ എത്തുന്നതാണ് എന്ന് ബോധ്യമുള്ള ഒരു ദൈവ പൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ പറയണം. ആ നിയന്ത്രണത്തിന്റെ വാതിൽ പൊളിച്ചു വലുതാക്കുന്നത് മനുഷ്യന് നല്ലതാണ്. എന്നാൽ വചനം പറയുന്നു പറ്റില്ല, ഇതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. തുടക്കം എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. അത് വാതിൽ ഇടുക്കമാണ്. സ്തോത്രം. കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അങ്ങനെയാണെങ്കിൽ ഇടുക്കത്തിന്റെ പാത, ചുരുക്കത്തിന്റെ യാത്ര, ഇതിലേക്ക് എത്തുന്നില്ലെങ്കിൽ നരകം, അഗ്നി നരകം, നിത്യശിക്ഷാവിധി എന്ന നരകം ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പേരിൽ ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത അത്ഭുതത്തിൻ്റെ കരങ്ങളെക്കാൾ അതൊന്നും ചെയ്തില്ലെങ്കിലും ഹൃദയത്തിൽ എൻ്റെ വചനത്തോട് അനുസരണം പുലർത്തിയവരായിരിക്കും എന്നോടൊപ്പം നിത്യത പങ്കുവയ്ക്കുവാനായി തുടങ്ങുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ആളുകൾക്ക് വളരെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പാസ്റ്ററെ ഇത് പേടിപ്പിക്കുക അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസംഗത്തിൽ പേടിപ്പിക്കുക അല്ലേ? സ്തോത്രം. പിന്നെ ഒരു കാര്യം സത്യമാണ്,
പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാണ് കള്ളന് ഏറ്റവും ഇഷ്ടം. മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയാൽ മതി. പോലീസ് ഇല്ലെന്ന് കേൾക്കുന്നതാണ് കള്ളന് ഏറ്റവും ഇഷ്ടം. ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെപ്പും അനാത്മികതകളുമായി പോകുന്ന ആത്മീക കച്ചവടക്കാർക്ക് നിത്യനരകം ഇല്ലെന്ന് കേൾക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ പരസ്യ ജീവിതത്തിന്റെ മാന്യത പരിഗണിക്കുന്നവനല്ല ദൈവമെങ്കിൽ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെ വചനം പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം വചനത്തിന് മുൻപിൽ ഹാസ്യാത്മകതയല്ല തെളിഞ്ഞിട്ടുള്ളത്, അതിശക്തമായ കർക്കശത്വം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, മത്തായി യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ സ്നാപകൻ മത്തായി 3:10-11 വായിക്കുന്നത് എന്തെന്നറിയാമോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, വീശുമുറം അവന്റെ കൈകളിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ട ചുട്ടുകളയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? വയലിലേക്ക് നോക്കുക, കതിരിൽ പതിരും മണിയും ഒരുപോലെയാണ് നിൽക്കുന്നത്. പതിരിട്ടിരിക്കുന്ന ജൂബ തന്നെയാണ് മണിയും ഇട്ടിരിക്കുന്നത്, മണി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് പതിരും ഇട്ടിരിക്കുന്നത്. ഒറ്റ കതിരിലാണ് പതിരും മണിയും കൂടെ നിൽക്കുന്നത്, അടുത്തടുത്ത കസേരയിലായിരിക്കുന്നത്, ഒറ്റ പായയിലാണ് വന്നിരിക്കുന്നത്. പതിരിട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെ മണിയിട്ടിരിക്കുന്നത്, മണിയിട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെ പതിരിട്ടിരിക്കുന്നത്. തൽക്കാലം ജനത്തെ കളിപ്പിക്കാം, എന്നാൽ കയ്യിൽ വീശുമുറവുമായി ഒരുത്തൻ വരുന്നുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിൽ എവിടെ വെച്ചോ പാല് മുറ്റി മണിയാകേണ്ട ഇടത്ത് പാല് ചോർന്ന് ബാഹ്യ അഭിനയത്തിന്റെ കോലമല്ലാതെ അകത്തൊരു കാമ്പുമില്ലാതെ മുൻപോട്ടു പോകുന്ന ഈ വയലിലെ അഭിനയക്കാരായ പതിരുകളെ ഒരുമിച്ചൊടുവിൽ തീപ്പൊയ്യയിലേക്കും ദൈവിക കാര്യപരിപാടിയിൽ നിലനിന്ന നിറമണികളെ പറുദീസയിലേക്കും ചേർക്കാൻ വരുന്ന ഒരു രക്ഷകന്റെ കാലടികൾ എൻ്റെ പിൻപിലുണ്ട് എന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞെങ്കിൽ അത് ഉപദേശത്തിന് അയവ് വരുത്തിക്കൊണ്ടല്ല, അത് കർക്കശത്വം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞ വാക്കുകൾ എന്താണ്? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കുകൾ എന്താണ്? 10-42 ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് പ്രസംഗിച്ച് സാക്ഷീകരിക്കേണ്ടതിന് അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് അതിശക്തമായ കർക്കശത്വമാണ്. പൗലോസ് ഫെലിക്സ് ദുറുസില്ല ദമ്പതികളെ മുൻപിൽ കിട്ടിയപ്പോൾ ക്രിസ്തുവേശുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൗലോസ് എന്താണ് പറഞ്ഞത്? സ്തോത്രം. വിശ്വാസത്തെക്കുറിച്ചല്ല, കൊടുത്ത വിഷയം വിശ്വാസം, എടുത്ത വിഷയം ന്യായവിധി. എന്താ പറഞ്ഞെന്നറിയാമോ? സ്തോത്രം. അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി ഇവയെക്കുറിച്ച് പ്രസംഗിക്കുകയിൽ ഫെലിക്സ് ഭയപരവശനായി. പ്രസംഗത്തിനിടയിൽ പരവേശം കൂടുമ്പോൾ കുടിക്കാൻ ഞങ്ങളുടെ അടുക്കൽ വെള്ളം കൊണ്ട് വെക്കും. ആ വെള്ളം പരവേശം കൂടുന്ന പ്രസംഗകനുള്ളതാണ്. എന്നാൽ അന്ന് പൗലോസ് എന്ന പ്രസംഗകനല്ല വെള്ളം കുടിച്ചത്, കേട്ട ഫെലിക്സും ദ്രുസില്ലയുമാണ് വെള്ളം കുടിച്ചത്. ദ്രുസില്ല യഹൂദ സ്ത്രീയാണ്. അപ്പോൾ തന്നെ ആ യഹൂദ സ്ത്രീയായ ദ്രുസില്ലയുടെ കൈക്ക് പിടിച്ചു വന്നിരിക്കുന്ന ഈ റോമക്കാരനായിരിക്കുന്ന ഈ ഫെലിക്സ് യഹൂദനല്ല, റോമനാണ്. ഇത് അവിഹിത ബന്ധമാണ്. ഇന്ദ്രിയ ജയം എന്ന വിഷയം ഒട്ടും ഇവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ചങ്കിൽ കുത്തിത്തുളയ്ക്കുന്ന വചനം, വരുവാനുള്ള ന്യായവിധി എന്ന വിഷയം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഫെലിക്സിന്റെ അടുക്കലിരുന്ന ദ്രുസില്ല എന്ന ആ സ്ത്രീ ഫെലിക്സിനെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു കാണും, അച്ചായ നിർത്താൻ പറ, ഇയാളുടെ ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു വസ്തുത ഓർക്കുക, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാൻ നിയോഗമുണ്ടെങ്കിൽ, നാളെ നിനക്ക് കേൾക്കാൻ അവസരമുണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ നിർമ്മലമായിരിക്കും. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിത്യനാശം എന്ന ശിക്ഷാവിധി യാഥാർത്ഥ്യമാണോ? പ്രിയപ്പെട്ടവരെ, ഭയം എന്നുള്ളത് വചനപ്രകാരം ദൈവഭയം ഒരു വിശുദ്ധന്റെ ഭാഗമാണ്. നിത്യനാശം എന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ഏറ്റവും ഗൗരവമായി
ഞാൻ ഈ പറഞ്ഞ വേദഭാഗം ഉൾപ്പെടെ പഠിപ്പിച്ച ഏറ്റവും ശക്തനായ പ്രഭാഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ് നരകത്തെക്കുറിച്ച്. സ്തോത്രം. ചില ആൾക്കാർ നരകത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ സ്വാഭാവികമായി ഒഴിവാക്കും. കാര്യം എന്താ? ഇത് ഭയപ്പെടുത്തുന്നതാണ്. ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ പറയാം, നിങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷ കേട്ടിട്ട് നിങ്ങൾക്ക് സുഖകരമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ശുശ്രൂഷ വിജയകരമല്ല. എന്നാൽ ഇന്ന് പകലത്തെ ശുശ്രൂഷ അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഗൗരവമേറിയ ഭാഗമാണെങ്കിലും അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിറ്റ് കണ്ണുകൾ പൊടിച്ചാൽ, കണ്ണുനീര് പൊടിച്ചാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന പകലാണ്. അതുകൊണ്ട് തന്നെ ഓർക്കുക, ഇവിടെ നമ്മുടെ മനസ്സിനെ ഒരു അസാധാരണ ഭയം ഭരിക്കണം. 450 അടി നീളം, 75 അടി വീതി, 45 അടി പൊക്കമുള്ള ഒരു പത്തേമാരി ദൈവത്തിന്റെ ദാസൻ നോഹ ഉണ്ടാക്കിയിട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭരിച്ച വികാരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അപ്പോൾ നോഹയെ ഭയമാണ് പെട്ടകത്തിലേക്ക് ചലിപ്പിച്ചത്. സ്തോത്രം. DL മൂഡി പങ്കെടുത്ത ഒരു യോഗത്തിൽ അദ്ദേഹം ചോദിച്ചു, ദൈവഭയം നിമിത്തം കർത്താവിനെ സ്നേഹിച്ച് പാപത്തെ ഒഴിഞ്ഞ് രക്ഷാനിർണയം പ്രാപിച്ചവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 100ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ 75 പേർ പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുന്നതിനാലാണ് ഞങ്ങൾ ഈ ജീവന്റെ വചനത്തെ കൂടുതൽ ആലിംഗനം ചെയ്യുന്നത്. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ എന്താ? ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് തീർത്തു പറയും. ഇത് ഭാവനയാണോ? ഇത് സങ്കല്പമാണോ? വിശുദ്ധ തിരുവെഴുത്ത് എന്താ പറയുന്നത്? നിത്യാഗ്നി യാഥാർത്ഥ്യമാണ്. ഒരിക്കലൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അങ്ങനെ അങ്ങ് പേടിപ്പിക്കരുത്, അവിടെ ഞാൻ 10 ഏക്കർ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. എവിടെ? നിത്യാഗ്നിയിൽ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പറച്ചിൽ കേട്ടാൽ ഓർക്കും, നിത്യാഗ്നി എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം വീഗാലാൻഡിൽ പോകുന്നത് പോലെയാണെന്ന്. എന്താണ് സംഭവിപ്പാൻ പോകുന്നതെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് നമ്മൾ ഒരു നിമിഷം കാലിൽ നിന്ന് ചെരിപ്പൂരിയിട്ട് മോശ തീയുടെ മുൻപിൽ നിന്ന് കേട്ടതുപോലെ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഒന്ന്, നിത്യാഗ്നി ഒരുക്കപ്പെട്ട സ്ഥലമാണോ? വായിക്കാം, നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 30:33. പെട്ടെന്ന് പോകണം, അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിക്കണം. ശ്രദ്ധിച്ചു കേൾക്കുക. യെശയ്യാ 30:33. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് ആ പ്രയോഗം ശ്രദ്ധിക്കാം. രാജാവിനായിട്ടും പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. വായിച്ചാട്ടെ. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഈ ലൈവിൽ ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? ഇത് സത്യമാണെന്ന് ഓർക്കുക. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ കത്തിക്കുന്ന ആഴപ്പരപ്പുകളുള്ള അഗ്നിത്തടാകമെന്ന നരകം, നിത്യനാശം എന്ന ശിക്ഷാവിധി, കൃപാവരങ്ങളാൽ ഉപയോഗിക്കപ്പെട്ടവർ പോലും നിഷ്കരുണം തള്ളപ്പെടുന്ന അഗ്നിനരകം, അത് യാഥാർത്ഥ്യമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ഞാൻ വിലയിരുത്തട്ടെ. ഒരുക്കിയിരിക്കുന്നു. സ്വർഗം ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ്, സ്വർഗം ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണെന്ന്. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അങ്ങനെയാണെങ്കിൽ സ്വർഗം ഒരു വിശാല സ്ഥലമല്ല, ഒരുക്കപ്പെട്ട സ്ഥലമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വായിക്കുന്ന 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കിയിരിക്കുന്ന ആ മണിയറ മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം എന്ന് പാട്ടുകാരൻ പാടുന്ന, ഉള്ളം തുടിക്കുന്നു, പാദങ്ങൾ പൊങ്ങുന്നു, എന്നിഞ്ഞു വന്നിടുന്ന എന്നെ ചേർത്തിടും പ്രാണനാഥൻ എന്ന് ഭക്തന്മാർ പാടിയ
ഇവയും ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം എന്ന് ഭക്തൻ പാടിയ സ്തോത്രം കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ എന്ന പാട്ടിൽ ഉയർന്നു നിൽക്കുന്ന ആ മനോഹരമായ സ്വർഗീയ വാസസ്ഥലം സങ്കല്പമല്ല, അത് ഒരുക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ വാസസ്ഥലം ഒരുക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ നരകവും ഒരുക്കപ്പെട്ടിരിക്കുന്നു, പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. വിയൂർ ജയിൽ, ഓരോ രാജ്യത്തിന്റെയും ജയിൽ ശ്രദ്ധിക്കുക. കണ്ണൂർ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ, ഇത് ഒരുക്കിയത് ഏത് ഖജനാവിലെ പണം കൊണ്ടാണ്? ഇത് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിന്റെ ഖജനാവിലെ പണം കൊണ്ട് തന്നെയാണ്. ഓർക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൃഷ്ടിതാവ് ദൈവം തന്നെയാണ്. ദൈവമാണ് നരകത്തിന്റെ സൃഷ്ടിതാവ്. തിരിച്ചറിയണം. ഒരു പടി കൂടെ കടന്നു പറയാം, ഇത് ഒരുക്കിയത് ആരാണ്? ഉത്തരം പറയാം, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു നരകം ഒരുക്കിയിരിക്കുന്നുവോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12 പറയുന്നു, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവനായി സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗവും നരകവും എല്ലാം ദൈവപുത്രന്റെ ദിവ്യ പദ്ധതിയുടെ ഭാഗമാണ്. അവിടെ എന്താ വെളിപ്പെടുന്നത്? അവിടെ വെളിപ്പെടുന്നത് പറയാം. റോമാലേഖനം 9:22 വായിച്ചാട്ടെ. റോമാലേഖനം 9:22 ശ്രദ്ധിച്ചു കേൾക്കണം, വായിച്ചാട്ടെ. റോമർ 9:22. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി കാണിപ്പാനും വായിച്ചാട്ടെ, കോപം വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല. നിർത്തി. ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ദൈവം തന്റെ കോപം കാണിപ്പാനും അവന്റെ ശക്തി വെളിപ്പെടുത്തുവാനും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കോപപാത്രം, ദൈവത്തിന്റെ സ്നേഹപാത്രം, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ കോപം വെളിപ്പെടുത്താൻ അവിടത്തേക്കൊരു പ്രതലം വേണം. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ അവിടത്തേക്കൊരു പ്രതലം വേണം. നമുക്കറിയാം, നല്ലൊരു പാട്ടുകാരനുണ്ടെങ്കിൽ ആ പാട്ടുകാരന്റെ പാട്ടിന്റെ മനോഹാരിത വെളിപ്പെടുത്താൻ അവനൊരു സദസ്സ് വേണം. നല്ലൊരു ചിത്രകാരനുണ്ടെങ്കിൽ അവന്റെ ചിത്രത്തിന്റെ ഭംഗി വെളിപ്പെടുത്താൻ അവനൊരു ക്യാൻവാസ് വേണം. നല്ലൊരു എഴുത്തുകാരനുണ്ടെങ്കിൽ ആ എഴുത്തിന്റെ മനോഹാരിത വെളിപ്പെടുത്താൻ അവൻ ഒരു പേപ്പറും പേനയും വേണം. ഇവിടെ ഒരു പ്രതലമുണ്ടെങ്കിലേ അവന്റെ കലാവിരുത് വെളിപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന സ്ഥലമാണ് നരകം, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്ന സ്ഥലമാണ് സ്വർഗം. ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന സ്ഥലമാണ് നരകം, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്ന സ്ഥലമാണ് സ്വർഗം. ഓർക്കുക, ഹിറ്റ്ലറിന്റെ കോപം വെളിപ്പെട്ടപ്പോൾ 60 ലക്ഷം യഹൂദന്മാർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടില്ലേ? ചരിത്രത്തിൽ ഭരണാധികാരികൾക്ക് കോപമുണ്ടെങ്കിൽ രാജാവിന്റെ കോപം സിംഹഗർജനം പോലെ എന്നാണ് ദൈവത്തിന്റെ വചനമെങ്കിൽ, പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സകല പ്രപഞ്ച സംവിധാനങ്ങളെയും ഒറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയ മഹാദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന സ്ഥലമാണ് ഗന്ധക നദി ഒഴുകുന്ന നരകം. എന്നാൽ അവിടുത്തെ സ്നേഹം വെളിപ്പെടുന്ന സ്ഥലമാണ് ക്രൂശിനെ ആലിംഗനം ചെയ്ത് നിത്യതയിലെത്തിയ വിശുദ്ധന്മാരുടെ പറുദീസ. ഇന്ന് പകൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ യാത്ര ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന സ്ഥലത്തേക്കാണോ, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്ന സ്ഥലത്തേക്കാണോ? പ്രിയപ്പെട്ടവരെ, നരകം സത്യമാണോ? അവിടുത്തെ ആത്മലോകം യാഥാർത്ഥ്യമാണോ? നിന്റെ കണ്ണ് നിനക്കിടർച്ച വരുത്തുന്നു എങ്കിൽ ചുഴന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്. നിന്റെ കൈ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ വെട്ടിയെടുത്ത് എറിഞ്ഞു കളക. 2 കൈയുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കയ്യനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നല്ലത്.
യേശു പറഞ്ഞ അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കണം. അവിടെ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. മീൻ ഊറയ്ക്കിടുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യം ഉപ്പ് അങ്ങോട്ട് അടുക്കും, അതിന്റെ പുറത്തോട്ട് മത്തി അടുക്കും, അതിന്റെ പുറത്തോട്ട് ഉപ്പടുക്കും, അതിന്റെ പുറത്തോട്ട് മത്തി അടുക്കും. ഇങ്ങനെ ചാക്കിനകത്ത് ഉപ്പിനകത്ത് മീൻ തുകച്ച് മൂടി വെക്കുന്നത് പോലെ അഗ്നി നരകത്തിൽ ആത്മാക്കൾ മൂടി വയ്ക്കപ്പെടുന്ന ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്ന സ്ഥലം യാഥാർത്ഥ്യമാണ്, സങ്കല്പമല്ല എന്ന് യേശു ഉറപ്പിച്ചു പഠിപ്പിച്ചെങ്കിൽ അത് അസാധാരണ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടെ പിടയുന്ന സ്ഥലമാണ് എന്ന് പഠിപ്പിച്ചെങ്കിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ അല്പമല്ലാതെ നമ്മൾ ഭയപ്പെടണം. മാനുഷികമായ ധാരണകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ഒക്കെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും നിത്യതയെന്ന ആ മഹാസൗധത്തിൽ സ്വർഗീയ പറുദീസയിലെ അനുഗ്രഹത്തിന്റെ ഭാഗത്ത് ഞാനും കാണണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ ആ രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയുന്ന പകലായി പകൽ തീരട്ടെ. നിങ്ങൾ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മുട്ടുവേദന മാറാനും എൻ്റെ പല്ലുവേദന പോകാനും എനിക്ക് ജോലിയിൽ ഉയർച്ച കിട്ടാനും ഞാൻ സേവിക്കാൻ ഇറങ്ങിയവനല്ല ഞാൻ സേവിക്കുന്ന ദൈവം. ഞാൻ സേവിക്കുന്ന കർത്താവ് എൻ്റെ നിത്യതയ്ക്കായിട്ടാണ് എന്നെ വിടുവിച്ചത്. ഒരിക്കൽ ഒരു സ്നാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നാന ശുശ്രൂഷയുടെ കരയിൽ ഒരു കർത്തൃദാസൻ, സ്തോത്രം, ശുശ്രൂഷ കഴിഞ്ഞ് കരയിൽ കയറിയതും മോഹാത്സ്യപ്പെട്ട് നിലത്ത് വീണതും ഒരുപോലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയിൽ പെട്ടെന്ന് പൾസ് പിടിച്ചു നോക്കിയപ്പോൾ പോയി ആള് കഴിഞ്ഞു എന്ന് അവിടെ ഉണ്ടായിരുന്ന ചിലർക്ക് മനസ്സിലായി. വാഹനം വരാൻ അല്പമല്ലാതെ താമസിച്ചു. അപ്പോഴേക്കും ചുറ്റുമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വാഹനം വളരെ വൈകി വന്നു. അദ്ദേഹത്തെ അതിലോട്ട് ബോഡി എടുത്തു കയറ്റി. പക്ഷെ യാത്രക്കിടയിൽ അദ്ദേഹം ഞെട്ടി ഉണർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാഴ്ച കാണുകയായിരുന്നു. ഞാൻ സ്നാനപ്പെടുത്തി കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നെഞ്ചിനകത്തൊരു വേദന അനുഭവപ്പെട്ടു. ഞാൻ നിലത്തേക്ക് മണൽത്തിട്ടയിൽ വീണതും എൻ്റെ ശരീരത്തിനകത്തുനിന്ന് തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരു രൂപം പുറത്തേക്കിറങ്ങി പെട്ടെന്ന് ആത്മലോകം എൻ്റെ കൺമുൻപിൽ തുറക്കപ്പെട്ടതും ഞാൻ പറുദീസയിൽ വെള്ളിച്ചിറകുള്ള മാലാഖമാരുടെ നടുവിലൂടെ പ്രധാന കവാടത്തിലേക്ക് നടക്കുന്നതും കാണുകയായിരുന്നു. പെട്ടെന്ന് ചുറ്റും നിൽക്കുന്ന ദൂതവൃന്ദങ്ങൾ ചോദിക്കുകയാണ്, ഇവനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ഇനിയും നിവർത്തിക്കപ്പെടാനുണ്ടല്ലോ, ഇതല്പം നേരത്തെയായി പോയല്ലോ, പെട്ടെന്ന് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി ഈ ശരീരത്തിലേക്ക് തിരികെ വന്ന് പ്രവേശിച്ചു. സത്യത്തിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിത്യതയെ ഗൗരവമായി കാണുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് വിലയിരുത്തുക. ഈ ശരീരത്തിനകത്തു നിന്ന് ആത്മാവ് കടന്നു പോകുന്ന ഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നരക കവാടമാണോ സ്വർഗ കവാടമായിരിക്കുമോ? സാധു സുന്ദരസിംഗ് എന്നൊരു കർത്തൃദാസൻ, അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥനാ നിരതനായി ഹിമാലയ മേഖലയിൽ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായി തന്നെ അനുഭവം പറയുകയാണ്. പെട്ടെന്ന് ദേഹരഹിതമായി ആത്മലോകത്തിലേക്ക് കടക്കുന്ന ഒരു രംഗമുണ്ടായി. തനിക്കത് അനുഭവപ്പെട്ടതാണ്. തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ നടന്നടുത്തു വരുന്നു. താൻ അത്ഭുതപ്പെട്ട തേജസ്വിയോട്, തേജസ് പൊതിഞ്ഞു നിൽക്കുന്ന ആളിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, സാർ എന്നെ അറിയുമോ? സുന്ദരസിംഗിനോട് ഈ വന്ന തേജസ്വി അയാൾ ചോദിക്കുകയാണ്, എന്നെ അറിയുമോ? അറിയില്ലല്ലോ എന്ന് സുന്ദരസിംഗ് പറഞ്ഞു. ഇത്ര ദിവസങ്ങൾക്ക് പുറകിൽ ഇന്ന കുഷ്ഠരോഗി ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നു. അവിടെ ഒരു പച്ച മറയ്ക്കകത്ത് മൂക്കും വിരലും ദ്രവിച്ചു പോയ, ചിറിയുടെ പോർഷനുകളൊക്കെ ഇരുന്നു പോയ ഒരു മാംസവിണ്ഡമായ കുഷ്ഠരോഗിയുടെ അടുക്കൽ അന്ത്യമായി യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നു. ആ വ്യക്തിയാണ് ഞാൻ. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ മരിച്ചു. പെട്ടെന്ന് യേശുവിന്റെ സന്നിധിയിലേക്ക് ഞാൻ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അതോടെ എൻ്റെ മുറിഞ്ഞു പോയ മൂക്കും എൻ്റെ ഇരുന്നു പോയ വിരലും തേജസ്സിൽ തിരിച്ചു വന്നു സാർ. ഞാൻ ഈ രീതിയിലായി. ആത്മനിദ്രയിൽ നിന്നും ഉണർന്ന ഈ ദൈവഭൃത്യൻ സുന്ദർ സിംഗ് താൻ വേഗം ഈ ഹോസ്പിറ്റലിലെത്തി. അവരുടെ രജിസ്റ്റർ എടുത്തിട്ട് ആ മരണം സംഭവിച്ച വ്യക്തി പറഞ്ഞത് കൃത്യമാണോ എന്നറിയാൻ
മരിച്ച സമയം എപ്പോഴായിരുന്നു എന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. എന്തെന്നറിയാമോ? ആത്മലോകത്ത് ഇദ്ദേഹം ചെന്നു ചേർന്നു എന്ന് പറഞ്ഞ സമയവും താൻ മരിച്ചു എന്ന് ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞ ഈ സമയം രജിസ്റ്ററിൽ കൃത്യമായി മരണസമയം കുറിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യതയെക്കുറിച്ച് ഒരു വാക്ക് പോലും ചിന്തിക്കാൻ പ്ലാറ്റ്ഫോമിൽ അവസരമില്ലാതെ 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച് സദസ്സിനെ വൈകാരിക കോൾമയിലെത്തിക്കുന്ന, തെറ്റിദ്ധരിക്കരുത്, ഇലക്ട്രോണിക്സ് ഉണർവുകാരുടെ നടുവിൽ, ബോധപൂർവ്വം ഞാൻ പറഞ്ഞതാണ്, ഇലക്ട്രോണിക്സ് ഉണർവുകാരുടെ നടുവിൽ യേശു പ്രസംഗിച്ച ജീവന്റെ വചനം അതേ തനിമയോടെ നിങ്ങളോട് ചോദിക്കുന്നു, അത്ഭുതം നടത്തുന്ന കരങ്ങളാണോ നിങ്ങൾക്ക് വലുത്? വചനം അനുസരിക്കുന്ന ഹൃദയമാണോ? കർത്താവെ, ഒരു നാൾ തിരുസന്നിധിയിലെത്തുമ്പോൾ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്കോഹരിക്കാരനാകത്തക്ക വിധം എൻ്റെ ജീവിതം ചിട്ടയോടെ കൊണ്ടുപോകുവാൻ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്തൃസന്നിധിയിൽ അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തെ ആഴത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ഒരിക്കൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് നടത്തുന്ന ഒരു സ്ഥലം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്നൊരു വ്യാഴാഴ്ച വൈകിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വിഷയം സംബന്ധിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യായവിധി, ജഡ്ജി, സാക്ഷികൾ, തൊണ്ടി സാധനങ്ങൾ, വിസ്താരം, വിധി, പരിണിത ഫലം ഇവയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിലിരിക്കുന്ന ഒരാൾ എൻ്റെ ട്രസ്റ്റിന് പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്കൊരു വാക്ക് ക്ഷമ ചോദിക്കണം. താൻ എഴുന്നേറ്റ് നിന്നിട്ട് മുൻപിലിരിക്കുന്ന ഒരു ശുശ്രൂഷകനോട് അദ്ദേഹത്തിനെതിരെ ചെയ്ത പല കാര്യങ്ങളെ സംബന്ധിച്ചും രഹസ്യമായി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു, ന്യായാസനത്തിന് മുൻപിൽ കൈവിടപ്പെടുന്നതിനേക്കാൾ ഇവിടെ ക്രമീകരിക്കപ്പെടുന്നത് എനിക്ക് നല്ലത്. എൻ്റെ അഭിമാനം മാറ്റിവെച്ച് ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന ജീവന്റെ വചനം നമ്മുടെ കൺമുൻപിലിരിക്കുമ്പോൾ ദൈവമേ, വിശുദ്ധിയിൽ വീഴ്ച പറ്റാതെ നിത്യതയിൽ എത്തിച്ചേരത്തക്ക വിധം പരസ്യ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വചനത്തോടുള്ള വ്യക്തിപരമായ അനുസരണത്തിന്റെ വിശുദ്ധി സൂക്ഷിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ നാവുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. നിങ്ങൾ മുറികളിലായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ ചിലർ കിടക്കയിൽ കിടന്നുകൊണ്ട് കേൾക്കുകയാകാം, ചില വ്യക്തികൾ ഒരുപക്ഷെ യാത്രയിൽ ശ്രദ്ധിക്കുകയായിരിക്കാം. എന്നാൽ സാധു കൊച്ചുകുഞ്ഞുപദേശി എഴുതിയ മനോഹരമായ ഒരു പാട്ടിന്റെ ഒടുവിലത്തെ ചരണങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ, നിൻ മുൻപിൽ ഞാൻ വരും നേരത്ത് നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കണേ. ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്ത പോൽ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിയിടുന്നു. ജീവന്റെ നായകൻ ജീവനെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേ ആരുള്ളൂ. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ, നിൻ മുൻപിൽ ഞാൻ വരും നേരത്ത് നിൻമുഖ കാന്തിയൻ മ്ലാനത നീക്കണേ എന്ന ആ ഭക്തന്റെ പല്ലവികൾ ചേർന്ന് പാടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതൊരു പ്രാർത്ഥനയാക്കിക്കൊണ്ട് എന്നെ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. അസാധാരണ കൃപാവരങ്ങൾ എന്നിൽ വെളിപ്പെട്ടാലും വ്യക്തിഗതമായി വചനം അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകും എന്ന ആലോചന എന്നെ ഭയപ്പെടുത്തുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ സദസ്സിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ കൈമാറുകയാണ്. മണ്ണെ പ്രതി മാണിക്യം കൈവടിയാതെ നിത്യതയെ വലുതായി കാണുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് നീ കൃപ പകരുന്നത് കൊണ്ട് സ്തോത്രം. ചെറിയ സംരംഭത്തിലൂടെ ഈ വലിയ ദൗത്യത്തിനായി നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളുടെ സേവനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിത്യതയിൽ ഒരു നാൾ എത്തിച്ചേരുമ്പോൾ
ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരം ഒരു വലിയ പറ്റം ആളുകൾ പറുദീസയ്ക്ക് ഓഹരിക്കാരായി എന്ന് കേൾക്കത്തക്ക വിധം ഞങ്ങൾക്ക് കൃപ പകരണമേ. ഈ കരങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മുൻപ് നിങ്ങളുടെ ചിന്തയ്ക്കൊരു ചിന്തേരിന് വേണ്ടി പറയട്ടെ. 30 ലക്ഷം പേരല്ലേ മരുപ്രയാണത്തിൽ ഇറങ്ങിത്തിരിച്ചത്? 2 പേരൊഴികെ ബാക്കി മുഴുവൻ മരുഭൂമിയിൽ അവസാനിച്ചില്ലേ? പക്ഷേ ഈ അവസാനിച്ചവരുടെ ശരീരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ ഒടുവിലായി ദഹിച്ചു തീർന്ന ഭക്ഷണം എന്തായിരുന്നു? അത് മന്നയായിരുന്നു. അസാധാരണ അനുഗ്രഹങ്ങൾ വ്യക്തികൾ ശാരീരികമായി പ്രാപിച്ചാലും ജഡമോഹങ്ങളെ നിയന്ത്രിച്ച് വിശുദ്ധി സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിത്യത കൈവിട്ടു പോകും. ജാഗ്രത പുലർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.